നമസ്കാരം. സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. സോളാർ കേസ് എന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ചുരുളുകൾ അന്വേഷണത്തിലൂടെ അഴിഞ്ഞു വീണപ്പോൾ ഉമ്മൻചാണ്ടി എന്ന നിരപരാധിയെ ക്രൂശിക്കാൻ കൂട്ടുനിന്നത് ആരാണെന്ന് കേരളം തിരിച്ചറിഞ്ഞതാണ്. ഇപ്പോൾ ആ സത്യങ്ങൾ ചാണ്ടി ഉമ്മൻ വിളിച്ചു പറയുമ്പോൾ ഭീഷണിയും പഴികളുമായാണ് മന്ത്രി ഗണേഷ് കുമാർ എത്തിയത്. ഇത് ജനങ്ങളിൽ കടുത്ത പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്. ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിനെ മരണശേഷവും വേട്ടയാടാനാണ് ഗണേഷ് കുമാർ ശ്രമിക്കുന്നത്. മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം തകർക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ശ്രമിക്കുകയില്ല. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം അത് കൂട്ടിച്ചേർക്കാനാണ് ശ്രമിച്ചത്. അത് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെന്ന് മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോൺ. അദ്ദേഹത്തിന്റെ ഭാര്യ, ഞാൻ ഈ കുടുംബ വിഷയം പറയാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ്, ഉമ്മൻചാണ്ടിയെ പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവം ഉണ്ടായത്. ദയവ് ഇത് കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്കും ആഗ്രഹമില്ല. ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്ന ആളല്ല. അദ്ദേഹമായിട്ട് അങ്ങനെ വ്യക്തിപരമായ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുള്ള ഒരാളല്ല. പക്ഷെ അദ്ദേഹം ഉമ്മൻചാണ്ടിക്കെതിരായി നടത്തിയ പ്രസ്താവന പിൻവലിച്ചു മാപ്പ് പറയണം. കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം പിതാവിനേക്കാൾ സ്നേഹത്തോടെ തന്നെ ചേർത്ത് പിടിച്ച നേതാവിനെ അദ്ദേഹത്തിന്റെ മരണശേഷം കരിവാരി തേക്കാൻ ശ്രമിക്കുന്ന ഗണേഷ് കുമാറിന്റെ നടപടി നന്ദികേടിന്റെ പര്യായമായാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത്. ഉമ്മൻചാണ്ടി എന്ന വികാരത്തെ ഇകഴ്ത്താനാണ് ഗണേഷ് കുമാർ ശ്രമിക്കുന്നത്. മകനെപ്പോലെ സ്നേഹിച്ച നേതാവിന് തിരികെ ഒന്നും നൽകിയില്ലെങ്കിലും ചതിക്കാതിരിക്കാമായിരുന്നു. കേവലം ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടാണ് നിലവാരമില്ലാത്ത രാഷ്ട്രീയ കളിയുമായി മന്ത്രി ഇറങ്ങിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടി നേരിട്ട് പോലെ വേട്ടയാടൽ, അദ്ദേഹത്തിന്റെ കുടുംബം നേരിട്ട് ഒരു വേട്ടയാടൽ, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ നേരിട്ടൊരു വേട്ടയാടലാണോ വേണ്ടത്? സത്യം അറിയുകയാണോ വേണ്ടത്? 9 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ക്രൂരമായ വിനോദം, ആ ക്രൂരമായ വിനോദമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം നശിപ്പിച്ചത്. എന്നിട്ട് ഇന്നും പറയുക ഞങ്ങൾക്കൊരു പങ്കുമില്ല, ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല, ഞങ്ങൾ ഇതിനകത്ത് പങ്കാളിയല്ല എന്ന് പറഞ്ഞാൽ ആരെയാണ് കളിയാക്കുന്നത്? ആരെയാണ് വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ ക്യാപ്സ്യൂളുകൾ എത്ര ഇറക്കിയാലും ശരി, കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം CPM ആണ് സോളാർ കേസിന്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബൈബിളിൽ ഒരു വചനമുണ്ട്, എന്താണെന്നറിയാം? ദൈവം നീതിമാനാണ്, അവൻ നീതിമാനോടൊപ്പം. കള്ളസാക്ഷി പറയാൻ പാടില്ല എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്, ബൈബിളിലും പറയുന്നുണ്ട്, എല്ലാ വേദപുസ്തകത്തിലും. ചാണ്ടി ഉമ്മൻ അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യം ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ആരെങ്കിലും സഹായിക്കാൻ പത്തനാപുരത്ത് വന്ന് പറയുക എന്ന് പറയുന്നത്, ചാണ്ടി ഉമ്മൻ വിശ്വസിക്കുന്ന ദൈവം ചാണ്ടി ഉമ്മനെ നല്ല നിലയിൽ കൈകാര്യം ചെയ്യും എന്നാണ് വിശ്വാസിയായ ഞാൻ വിശ്വസിക്കുന്നത്. ഉമ്മൻചാണ്ടി ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഗണേശനെ എല്ലാ കാര്യത്തിലും നിലനിർത്തിയിട്ടുള്ളത്. എങ്കിൽ സ്വന്തം പിതാവ് ഈ ഗണേശനെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്, എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പുറത്ത് പറയാൻ കൊള്ളില്ല. അത് മറ്റൊരു കോണ്ടെക്സ്റ്റിലല്ല. ഈ ഗണേശന് മനുഷ്യത്വവും വികാരവും ഒരു വികാരവും ഇല്ലാത്തൊരുത്തനാണ്. ഗണേശ് ആർമാലക്ഷമുള്ള ജയിലിലായ കേസിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത്. എൻ്റെ അടുത്ത് അപ്പം ഞാനും ഗണേശനും ഒക്കെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് ബാലകൃഷ്ണ ചേട്ടൻ അറിയാം. എൻ്റെ അടുത്ത് ചോദിച്ചു, നിൻ്റെ സുഹൃത്തിനെ കാണാറില്ലേടേ? ഞാൻ ചോദിച്ചു, വന്നില്ലേ ചേട്ടാ? അന്നേരം പിന്നെ അറിഞ്ഞു ഭാഷയുണ്ട്. അപ്പോൾ എൻ്റെ മോൻ തന്നെ ആണോ ബാബു എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചതാ. അപ്പോൾ ആ ഗണേശൻ്റെ ഹൃദയത്തെക്കുറിച്ച്, ഉമ്മൻചാണ്ടിയോട് കാണിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ആലോചിക്കണോ? സ്വന്തം പിതാവിനോട് കാണിച്ചിട്ടുള്ള എന്താണെന്ന് സ്വന്തം പിതാവ് പറഞ്ഞതാണ്. ഞാൻ വേണേൽ അത് വിശദമായിട്ട് പറയാം, ഗണേശനെ കൂടി ഇരുത്തി പറയാം. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യസ്നേഹി ഗണേഷ് കുമാറിന് ആരായിരുന്നുവെന്ന് രാഷ്ട്രീയ കേരളത്തിന് വ്യക്തമായി അറിയാം. ആർ ബാലകൃഷ്ണപിള്ളയുമായി ഗണേഷ് തെറ്റി നിന്നപ്പോൾ ഒരു പിതാവിനെ പോലെ ഗണേഷിനെ സംരക്ഷിച്ചത് ഉമ്മൻചാണ്ടിയായിരുന്നു. UDF മന്ത്രിസഭയിൽ ഗണേഷിന് ഇടം നൽകിയതും പല പ്രതിസന്ധികളിലും കവചമായി നിന്നതും ഉമ്മൻചാണ്ടിയായിരുന്നു. എന്നാൽ ആ സ്നേഹത്തിന് ഗണേഷ് നൽകിയ വില എന്തായിരുന്നു? ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെയിറക്കാൻ നടന്ന സോളാർ ഗൂഢാലോചനയുടെ സൂത്രധാരന്മാരിൽ ഗണേഷ് കുമാറും ഉൾപ്പെട്ടിരുന്നോ എന്ന സംശയമുണ്ട്.
പരാതിക്കാരിയുടെ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉണ്ടായിരുന്നില്ലെന്നും ഗണേഷ് കുമാറിന്റെ സഹായി മുഖേനയാണ് ആ പേര് എഴുതി ചേർത്തതെന്നും CBI കണ്ടെത്തിയിരുന്നു. 18 പേജുള്ള കത്ത് 25 പേജായി മാറിയതിന് പിന്നിലെ ബുദ്ധി ഗണേഷിന്റേതായിരുന്നു എന്നും പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവരുടെ നെഞ്ചിലെ മുറിവാണ് ഈ വെളിപ്പെടുത്തലിലൂടെ വീണ്ടും തുറന്നിരിക്കുന്നത്. നമുക്ക് കേരളത്തിലെ ജനസമൂഹത്തിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ കാലഘട്ടത്താണ് അദ്ദേഹം അന്ന് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി, അന്ന് ഫോറസ്റ്റ് വകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിലെ മന്ത്രിയായിരുന്നു അദ്ദേഹം. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഗാർഹിക കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ അന്നത്തെ ഭാര്യ ശ്രീമതി യാമിനി തങ്കച്ചി ഉമ്മൻചാണ്ടി സാറിനെ നേരിട്ട് വന്ന് കണ്ട് പരാതി അദ്ദേഹത്തിന് ബോധിപ്പിക്കുകയും ചെയ്തു. അവരെ വളരെയധികം ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അത് മാത്രമല്ല, പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പുറത്ത് വന്ന സാഹചര്യത്തില് ശ്രീ ഗണേഷ് കുമാറിന്റെ അച്ഛൻ ഉമ്മൻചാണ്ടി സാറിനെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടു. അവരുടെ പാർട്ടി തീരുമാനമാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും ശ്രീ ഗണേശിനെ പുറത്താക്കണം, വെളിയിലാക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെ ശ്രീ ബാലകൃഷ്ണപിള്ള സാറ് തന്നെ ഉമ്മൻചാണ്ടി സാറിനെ വന്ന് നേരിട്ട് കണ്ട് പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിന് പുറമെ പാർട്ടി ചെയർമാൻ എന്നുള്ള രീതിയിൽ അവരുടെ ഉന്നതാധികാര സമിതി കൂടിയിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അത് മാത്രം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇദ്ദേഹം എന്റെ മകനാണോ എന്ന് പോലും സംശയമുണ്ട് എന്നുള്ള രീതിയിൽ വരെ അദ്ദേഹം പറയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഒരു നിമിഷം ഇദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് മന്ത്രിസഭയിൽ മന്ത്രി എന്നുള്ള രീതിയിൽ കൊണ്ടുപോകരുത്. എനിക്ക് പറ്റിയൊരു തെറ്റാണ് 2001 AK ആന്റണി മന്ത്രിസഭയിൽ ഇദ്ദേഹത്തിന് ശുപാർശ ചെയ്തും രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നതും MLA ആക്കിയതും മന്ത്രിയാക്കിയതും ഒക്കെ എനിക്ക് പറ്റിയ ഒരു രാഷ്ട്രീയമായ വലിയൊരു തെറ്റായി പോയി. അത് തിരുത്താനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവൻ ഞാനെന്നല്ല, വീട്ടിൽ ആര് പറഞ്ഞാലും കേൾക്കാത്ത ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ബാലകൃഷ്ണപിള്ള സാർ വന്നത്. അതിപ്പോ തന്നെ യൂട്യൂബിലൊക്കെ ഇപ്പോഴും അതൊക്കെ ഉണ്ട്, ലൈവായിട്ടുണ്ട്, പല വീഡിയോകൾ വന്നിട്ടുണ്ട്. ശ്രീമതി യാമിനി തങ്കച്ചി ഈ പ്രശ്നങ്ങള്, ഈ ഗാർഹികമായ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന് കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങള് ഉമ്മൻചാണ്ടി സാറിനെ നേരിട്ട് വന്ന് കണ്ട് സാറിനകത്ത് ഇടപെടണം, സാറിനകത്ത് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സാർ അതിനകത്ത് ഇടപെട്ടതും രണ്ടുപേരോടും പ്രത്യേകമായിട്ട് സംസാരിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, അതിന് ശേഷം സംഭവിച്ചതെന്നൊക്കെ മലയാളിക്ക് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ വളരെ നിർഭാഗ്യകരമായി ഞാൻ കണ്ടത്, ഗണേഷ് കുമാർ ഇന്നലെ ഒരു പ്രസ്താവന നടത്തി, അദ്ദേഹത്തിൻ്റെ കുടുംബം തകർത്തത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. നമ്മളൊക്കെ മനുഷ്യരല്ലേ, അത് ഗണേശന് ഓർക്കണ്ടായിരുന്നു. ആ മനുഷ്യൻ ആ തകരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ പരിശ്രമിച്ചു എന്ന് അറിയാവുന്ന ഒരു വ്യക്തി ഞാനാണ്. കാരണം അദ്ദേഹം ഞാനും മാത്രവുമായിരുന്നു അതിലിടപെട്ടത്. അന്ന് നിയമസഭയിൽ അവഹേളനമായി വന്ന ചോദ്യമായിരുന്നു, ഒരു മുഖ്യമന്ത്രിയുടെ പണി ഇതായിരുന്നു എന്നുള്ളത്. എല്ലാ ദിവസവും പകലുള്ള തിരക്ക് കഴിഞ്ഞ് രാത്രി വളരെ വൈകി അദ്ദേഹം ഇരുന്ന് ചർച്ച ചെയ്ത് ആ വിഷയത്തിനൊരു പരിഹാരം കാണാൻ പരിശ്രമിച്ചത് അറിയാവുന്നതാണ്. എറണാകുളം ഗസ്റ്റ് ഹൗസിലെ ഒരു കൂടിക്കാഴ്ചയാണ് ശ്രീ ഉമ്മൻചാണ്ടിയെ സംശയനിഴലിൽ നിർത്തുന്ന നിലയിലേക്ക് വന്നത്. സംശയനിഴലിൽ നിൽക്കാൻ കാരണം എന്താണ്? ഈ ബിജു രാധാകൃഷ്ണൻ വന്ന് ചില കാര്യങ്ങൾ അവിടെ സംസാരിച്ചു, ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു. ഉമ്മൻചാണ്ടി മരിക്കുന്നിടം വരെ, ഇത്ര എല്ലാ സംഭവ വികാസങ്ങളും അതുണ്ടായിട്ടും മരിക്കുന്നിടം വരെ ഉമ്മൻചാണ്ടിയുടെ വായിൽ നിന്ന് ആ പേര് ഏതാന്ന് പുറത്തു വന്നില്ലല്ലോ. അതാണ് മഹത്വം എന്ന് പറയുന്നത്. ചാണ്ടി ഉമ്മൻ ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുമെന്നതാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഗണേശന്റെ കയ്യിലുള്ള ഗണേശൻ പറയട്ടെ. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാത്തത്, ഈ സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത്തരം ഡിസ്ട്രാക്ഷൻസ് അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ ചർച്ചയാകേണ്ടത് രാഷ്ട്രീയമാണ്. ചാണ്ടി ഉമ്മൻ എൻ്റെ അഭിപ്രായത്തിൽ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അതിന് അദ്ദേഹം അതിന് തുടർച്ചയായ അല്ലെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ കേരള രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ ഇതിലേക്ക് തിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. തന്റെ കുടുംബം തകർത്തത് ഉമ്മൻചാണ്ടിയാണെന്ന ഗണേഷ് കുമാറിന്റെ പുതിയ ആരോപണം സഹതാപം പോലും അർഹിക്കുന്നില്ല.
ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നുവെന്ന് കേരളത്തിന് നന്നായി അറിയാം. സ്വന്തം കുടുംബത്തിലെ അസ്വാരസ്യങ്ങളും ഗാർഹിക പീഡന പരാതികളുമാണ് ഗണേഷിന്റെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ചത്. അന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരമാവധി ശ്രമിച്ച ഉമ്മൻചാണ്ടിയെ തന്നെ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് നന്ദികേടിന്റെ അങ്ങേയറ്റമാണ്. മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചുവരാൻ സാധിക്കാത്തതിന്റെ പക ഉമ്മൻചാണ്ടിയോട് തീർക്കുകയായിരുന്നു ഗണേഷ്. അധികാരം നഷ്ടപ്പെട്ടപ്പോൾ തന്നെ സംരക്ഷിച്ച നേതാവിനെ കൊടുക്കാൻ ലൈംഗിക ആരോപണം വരെ ആയുധമാക്കിയ ഒരാളിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്തു പ്രതീക്ഷിക്കാനാണ്? പത്തനാപുരത്ത് നടന്ന യോഗത്തിൽ ചാണ്ടിയുമ്മൻ നടത്തിയ പ്രസംഗം ഒരു മകന്റെ നീതിക്കു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. വ്യക്തിപരമായ അധിക്ഷേപങ്ങളില്ലാതെ വസ്തുതകൾ മാത്രമാണ് അദ്ദേഹം നിരത്തിയത്. കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല, യാഥാർത്ഥ്യങ്ങൾ മറന്നിട്ടില്ല. അത് ഓർത്തിരിക്കുക തന്നെ ചെയ്യും. കാരണം ഇനിയൊരു വ്യക്തിക്കും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശരി, ഇനിയൊരു വ്യക്തിക്കും ഇന്ന് ഈ തരത്തിലുള്ള വേട്ടയാടൽ, ഇന്ന് ഉമ്മൻചാണ്ടി നേരിട്ട് പോലെ വേട്ടയാടൽ, അദ്ദേഹത്തിന്റെ കുടുംബം നേരിട്ട് ഒരു വേട്ടയാടൽ, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ നേരിട്ടൊരു വേട്ടയാടൽ, ഒരു വ്യക്തിയുടെ മകൻ ആത്മഹത്യ ചെയ്യുന്നൊരു കാഴ്ച ഈ സോളാർ സമയത്തുണ്ടായി. തന്റെ പിതാവിന്റെ നേരെ വന്ന ക്രൂരമായ അമ്പുകൾ ആ കുട്ടിക്ക് സഹിക്കാൻ പറ്റാതെ ആ കുട്ടി ആത്മഹത്യ കാഴ്ച സോളാർ സമയത്ത് നടന്നു. നിങ്ങൾ ഓർത്തു നോക്കൂ, വേട്ടയാടലാണോ വേണ്ടത്, സത്യം അറിയുകയാണോ വേണ്ടത്? ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി തന്റെ പിതാവിന്റെ നേരെ വന്ന ആയുധങ്ങൾ കണ്ടു നിൽക്കാൻ സാധിക്കാത്ത ആത്മഹത്യ ചെയ്ത കാഴ്ച സോളാർ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. എന്നാൽ അതിന് മറുപടിയായി ഞാൻ വായു തുറന്നാൽ പലതും പുറത്തുവരും എന്ന ഗണേഷിന്റെ ഭീഷണി തരം താഴ്ന്ന രാഷ്ട്രീയത്തിന്റെ ലക്ഷണമാണ്. ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയണ്ടെന്ന് വിചാരിച്ച വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല. അത് ഓർത്താ നല്ലത്. വായിൽ വിരലിടരുത്. ഞാൻ പഴയ കഥകളൊക്കെ പറയും. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി രണ്ടു വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയൂ. ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയൂ. മേലിൽ ഇത് പറയരുത്. പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും. എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ. എന്നിട്ട് എന്തായി? ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങരുത്. രാഷ്ട്രീയമൊക്കെ ശരിയാ. അന്നും ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിലില്ല. ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ. ഒരിക്കലും ഗണേശനെ പോലുള്ളത് പറയാൻ പാടില്ല. ആ കേസ് എന്തെല്ലാം ആകാമായിരുന്നു. സാക്ഷാൽ ഉമ്മൻചാണ്ടി ഉണ്ടതുകൊണ്ടല്ലേ ഗണേശൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. സത്യത്തിൽ ഗണേശൻ ആ കേസിൽ നിന്ന് കൂടുതൽ ഗുരുതരമായി പിന്നെ അപ്പോൾ തീർച്ചയായിട്ടും ബാലകൃഷ്ണപിള്ള ചേട്ടൻ ഇടപെട്ടു. ബാലകൃഷ്ണപിള്ള ചേട്ടൻ അതങ്ങ് ഏറ്റെടുത്തു. അതിൻ്റെ എല്ലാ കഥകളും എനിക്കറിയാം. ഇവരെ അങ്ങ് കൊട്ടാരക്കര കൊണ്ടുപോയി ആ വീടെടുത്ത് താമസിപ്പിച്ച് അതൊക്കെ പറയണോ? അച്ഛൻ ഏറ്റെടുത്തതല്ലേ മോൻ്റെ കേസ്. അതുകൊണ്ട് മാത്രമല്ലേ അന്ന് ആദ്യം ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടത്. സാക്ഷാൽ ആർ ബാലകൃഷ്ണനുള്ള ആ കേസ് ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ് ഇന്നും ഗണേശൻ ഈ നടക്കുന്നത്. കുടുംബം സത്യത്തിൽ ഗണേശനെ രക്ഷിച്ചത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി സാർ അന്ന് ഇല്ലായിരുന്നെങ്കിൽ ഗണേശൻ ഇന്ന് ജയിലിലായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഇതിൻ്റെ കേസുകൾ മുഴുവൻ ഇത് വേറെ ആരും പറഞ്ഞല്ല, സാക്ഷാൽ ബാലകൃഷ്ണപിള്ള ചേട്ടൻ പറഞ്ഞറിയാവുന്നതാണ്. അല്ല, അവർക്കിപ്പോൾ വിഷയമില്ല. ജനങ്ങൾ അവരെ വെറുത്തു. അവർ അവസരം പാർത്തിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ തയ്യാറെടുത്തിരിക്കാൻ ഇവരെ ചവിട്ടി പുറത്താക്കാൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ ഇവിടെയൊക്കെ. ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗണേശൻ്റെ മണ്ഡലത്തിലെ 6 പഞ്ചായത്ത് ആര് ജയിച്ചു? അതിൻ്റെ ഹാലിളക്കമാണ്. അവർക്കൊന്നും മന്ത്രിയും MLA ആയിട്ട് ജീവിക്കാൻ കഴിയാത്തവരവരൊക്കെ. പണ്ടൊക്കെ പറയും സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചതെന്നു. അതുകൊണ്ട് MLA മന്ത്രിയായിട്ട് ജനിച്ചവരവരൊക്കെ. പാവം ബാലകൃഷ്ണപിള്ള എന്തൊക്കെ വിഷമിച്ചിട്ടുണ്ട് സാക്ഷാൽ ഈ പുത്രൻ ഗണേശനെ കൊണ്ടെന്നുള്ളത് സഹോദരിമാരോട് ചോദിച്ചാൽ അറിയാം. ഞാനൊക്കെ അവിടുത്തെ ഒരു കുടുംബാംഗത്തെ പോലെ ബാലകൃഷ്ണപിള്ള ചേട്ടനോട്ട് അത്ര ഞങ്ങൾ ക്യാബിനറ്റിൽ രണ്ടാമത്തെ ബാബു ബാലകൃഷ്ണപിള്ള അടുത്തടുത്ത സീറ്റാണ്. അവിടെ ഇരുന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ബാലകൃഷ്ണപിള്ള ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളതെന്നും അതൊന്നും ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. എനിക്ക് എന്നെ പോലെ ഒരാൾക്ക് പറയാൻ പാടില്ല. അതുകൊണ്ടാണ്. അതാണ് ഗണേശനൊക്കെ പാലിക്കേണ്ടത്. ഒരു അന്തസ്സ് പാലിക്കണം.
മരിച്ചവർക്ക് മറുപടി പറയാനാകില്ലെന്ന ധൈര്യത്തിലാവണം KB ഗണേഷ് കുമാർ ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ വാളെടുക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിശുദ്ധഭാവം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വന്തം മകനെപ്പോലെ സ്നേഹിച്ച ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയോട് കാട്ടിയ കൊടുംചതിയാണെന്ന് നിസ്സംശയം പറയാം. ഒടുവിൽ ആ ചതിയുടെ ആഴം പുറത്തു വന്നിട്ടും തെറ്റ് ഏറ്റുപറയുന്നതിന് പകരം വീണ്ടും ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനെ നോവിപ്പിക്കാനാണ് ഗണേഷ് കുമാർ ശ്രമിക്കുന്നത്. ഇങ്ങനൊരു കാര്യം ശ്രീ ഗണേശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഞങ്ങളാരും സ്വപ്നം വിചാരിച്ചില്ല. കാരണം എന്റെ പിതാവ് ഇപ്പൊ സൂചിപ്പിച്ചു, എന്നെക്കാട്ടി സ്നേഹിച്ചു ഞാൻ സമ്മതിച്ചു തരത്തില്ല. പക്ഷെ അത്രത്തോളമെങ്കിലും സ്നേഹിച്ചു കാണും. 9 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ക്രൂരമായ വിനോദം, ആ ക്രൂരമായ വിനോദമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം നശിപ്പിച്ചത്. എന്നിട്ട് ഇന്നും പറയുക ഞങ്ങൾക്കൊരു പങ്കുമില്ല, ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല, ഞങ്ങൾ ഇതിനകത്ത് പങ്കാളിയല്ല എന്ന് പറഞ്ഞാൽ ആരെയാണ് കളിയാക്കുന്നത്? ആരെയാണ് വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ ക്യാപ്സ്യൂളുകൾ എത്ര ഇറക്കിയാലും ശരി, കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം CPM ആണ് സോളാർ കേസിന്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 18 പേജുള്ള കത്ത് എങ്ങനെ 21 പേജുള്ളതായത്? 24 എങ്ങനെയാണ് കൂടുതൽ പേരുകൾ എഴുതി ചേർത്തത്? ആരാണ് ചേർത്തത്? ആരാണ് എന്റെ പിതാവിന്റെ CD തപ്പി യാത്ര നടത്തിയത്? കോയമ്പത്തൂർ വരെ, കൊച്ചി മുതൽ കോയമ്പത്തൂർ വരെ CD യാത്ര നടത്തിയ ആളുകൾ. അതുകൊണ്ട് ഇന്ന് ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന് കണ്ടിട്ട് അത് കോൺഗ്രസിന് തലയിൽ കെട്ടിവെക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗണേഷ് കുമാറിന്റെ ഫേസ് സേവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഉമ്മൻചാണ്ടി സാർ ചെയ്തത്. അല്ലാതെ അദ്ദേഹത്തിന്റെ കുടുംബം നശിപ്പിക്കാൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ യോജിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം മാക്സിമം ഉമ്മൻചാണ്ടി സാർ ശ്രമിക്കുകയും ചെയ്തു. അതിൽ രണ്ടുപേരും വന്ന് ഒരു പിടിവാശി, പിന്നെ യാമിനി തങ്കച്ചി ആണെങ്കിൽ പറഞ്ഞു ഇദ്ദേഹമായിട്ട് യോജിച്ചു പറഞ്ഞാൽ വളരെയധികം ദേഹോപദ്രവങ്ങളൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്നുള്ള രീതി അവർ പറഞ്ഞു. ഗണേശും ഏകദേശം ആ രീതിയിൽ തന്നെ പറയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അദ്ദേഹം ഇടപെട്ടതും അത് സൊല്യൂഷനിലെത്തിയാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്തത്. അത് വഴങ്ങാത്തൊരു സാഹചര്യം വന്നപ്പോഴത്തേക്കാണ് ഒത്തുതീർപ്പ് ചർച്ച വന്ന് അവരുടെ പിന്നെ അദ്ദേഹത്തിന്റെ ഷെയറിന്റെ ഒരു ഭാഗം ഈ യാമിനി തങ്കച്ചിക്കും കുട്ടികൾക്കും കൊടുക്കാനുള്ള തീരുമാനമൊക്കെ എടുത്ത് അവർ തമ്മിൽ ഒരു നല്ലൊരു അന്തരീക്ഷത്തിലാണ് അവസാനം ആ തീരുമാനം എടുക്കുന്നത്. ഈ രണ്ടുപേരും പ്രത്യേകം പോകുന്നു, സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു, ഡൈവോഴ്സ് ചെയ്ത് പോകാനുള്ള തീരുമാനം, അത് കോടതിയെ ബോധിപ്പിക്കാനുള്ള തീരുമാനം കൂടെ അന്ന് ഏകണ്ഠമായിട്ട് രണ്ടുപേരുമായിട്ട് ചർച്ച ചെയ്തിട്ട് രണ്ടുപേരും സമ്മതിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. മനസാക്ഷിയുണ്ടെങ്കിൽ ഗണേഷ് സ്വയം ചോദിക്കട്ടെ എന്ന ചാണ്ടി ഉമ്മന്റെ മറുപടിയിൽ എല്ലാമുണ്ട്. ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ച് ചാണ്ടി ഉമ്മനെ ഉപദേശിക്കാൻ വരുന്ന ഗണേഷ് സ്വന്തം ജീവിതത്തിൽ ആ വചനങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. മരിച്ചവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്ന് ഗണേഷ് കരുതരുത്. സത്യം മൂടിവെക്കാൻ കഴിയില്ല. പിന്നെ ഉമ്മൻചാണ്ടിക്ക് ഒന്നും ഒളിച്ചു നോക്കാനൊന്നുമില്ല. ഉമ്മൻചാണ്ടിയുടെ ജീവിതം തുറന്ന പുസ്തകം തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് പേടിപ്പിച്ചാലൊന്നും അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ശരിയല്ല അങ്ങനെ പറയുന്നതൊന്നും. ഗണേഷ് കുമാർ ഞങ്ങളുടെ ക്യാബിനറ്റ്, ഞങ്ങളുടെ സഹപ്രവർത്തകനാണ്, ഞങ്ങളുടെയൊക്കെ നല്ല സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ, ആ ഭീഷണിയുടെ സ്വരം, അത് ഒഴിവാക്കേണ്ടതായിരുന്നു. ഉമ്മൻചാണ്ടി ഞാൻ അറിയുന്നിടത്തോളം അവരിൽ രഞ്ജിപ്പുണ്ടാക്കാനും അവരുടെ ഐക്യപ്പെടുത്താനും ശ്രമിച്ചിട്ടുള്ളൂ. ഉമ്മൻചാണ്ടി ഒരിക്കലും കുടുംബം കലക്കുന്ന ആളല്ല. ഉമ്മൻചാണ്ടിക്ക് ആ ഒരു ഇതൊന്നുമില്ല. ഉമ്മൻചാണ്ടി ഒരിക്കലും അത് ചെയ്യത്തില്ല. അത് കേരളത്തിലെ ആരും വിശ്വസിക്കത്തില്ല അങ്ങനെ പറഞ്ഞാൽ. എവിടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് പരിഹരിക്കാൻ നോക്കുന്നതല്ലാതെ ഒരു കുടുംബത്തെ കലക്കാനോ അകറ്റാനോ ഒന്നും ഉമ്മൻചാണ്ടി നോക്കത്തില്ല. അത് ഗണേശൻ എന്ത് പറഞ്ഞാലും ശരി, അത് ജനസമൂഹം വിശ്വസിക്കത്തില്ലത്. ആ കേസുണ്ടായി, ആ വിഷയങ്ങൾ UDF ചർച്ച ചെയ്തു. UDF നിർദ്ദേശമാണ് മന്ത്രി ഗണേശൻ രാജിവെക്കണം എന്നുള്ളത്. തീരുമാനം ഉമ്മൻചാണ്ടിയുടെ മാത്രമായിട്ടതല്ല. പക്ഷേ ചീഫ് മിനിസ്റ്ററാണ്, അദ്ദേഹമാണ് ഡിസൈഡിങ് ഫാക്ടർ. അങ്ങനെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഗണേശൻ രാജിവെക്കുമായിരുന്നു, പുറത്താക്കിയൊന്നുമല്ല, രാജിവെക്കുമായിരുന്നു. പിന്നീട് എടുക്കാമെന്ന് പറഞ്ഞു വന്ന് എനിക്കറിയില്ല. പക്ഷെ എടുക്കാൻ കഴിയാതെ പോയത്
ഉമ്മൻചാണ്ടി കൊട്ടാരക്കര കോടതി കൊടുത്ത മൊഴി അനുസരിച്ചാണെങ്കിൽ പിന്നീടുണ്ടായ സംഭവവികാസങ്ങൾ അനുസരിച്ചാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത്. അത് ഉമ്മൻചാണ്ടി തെറ്റുകാരൊന്നുമല്ല. അദ്ദേഹത്തിന്റെ കുടുംബജീവിതം തകർക്കാൻ, അദ്ദേഹത്തിനെ വീണ്ടും റീയുണൈറ്റ് ചെയ്യാൻ വേണ്ടി ഒട്ടേറെ ശ്രമം ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിന്റെ ഏറ്റവും തിരക്കുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം ഇടപെട്ടു. ആ സമയത്ത് അസംബ്ലി പോലും ചോദ്യം ഉണ്ടായി, ഉമ്മൻചാണ്ടി ഇപ്പം ഈ ബ്രോക്കറിന്റെ പണിയാണോ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ പോലും പിന്നെ ആ ചോദ്യങ്ങൾ വരെ അസംബ്ലി ചില അന്നത്തെ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അത്രമാത്രം അദ്ദേഹം ഒട്ടേറെ ത്യാഗം സഹിച്ചാണ് ഈ ശ്രീ ഗണേഷ് കുമാറിന്റെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടും സോളാർ കേസിന്റെ പേരിൽ വർഷങ്ങളോളം വേട്ടയാടപ്പെട്ട ഉമ്മൻചാണ്ടിയോട് കോൺഗ്രസ് പ്രവർത്തകർക്ക് വൈകാരികമായ അടുപ്പമാണുള്ളത്. ഗണേഷ് കുമാർ ഇപ്പോൾ നടത്തുന്ന ഓരോ പ്രസ്താവനയും ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിന്റെ തിളക്കം വർദ്ധിപ്പിക്കുകയുള്ളൂ. ഉമ്മൻചാണ്ടിയുടെ കല്ലറയെപ്പോലും ഭയക്കുന്നവരായി എതിരാളികൾ മാറിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്തിയവർക്കുള്ള മറുപടി കാലം കാത്തുവച്ചിട്ടുണ്ട്. ഗണേഷ് കുമാർ എത്രയൊക്കെ ഭീഷണിപ്പെടുത്തിയാലും ചരിത്രത്തിലെ ആ കൊടും ചതി കേരളം മറക്കില്ല. സത്യം അത് ചാണ്ടി ഉമ്മനിലൂടെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും.